ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനോട് ഞാൻ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരകിയതിന് ശേഷം പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുവിധം ബ്രൗൺ കളറായി വരുന്നുണ്ട് അത്. ആ സമയത്ത് ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയായിട്ടുണ്ട്. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി വെളിച്ചെണ്ണ, കുറച്ച് വെള്ളം കൂടി ചേർത്ത് മസാല ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം തന്നെ ഞാൻ തേങ്ങ ഒരുവിധം വറുക്കാൻ പാടില്ല, നമ്മൾ കൈ ഇളക്കാതെ വറുത്തുകൊണ്ടിരിക്കണില്ല, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു 10, 20, 25 ചെറിയ ഉള്ളി, 20 വേണ്ട, ഓക്കെ, ഒരു 10, 20 ചെറിയ ഉള്ളി നിങ്ങളെടുത്തോളൂ. പിന്നെ ചെറിയൊരു തുടം വെളുത്തുള്ളി, തൊലി കളയാതെ ഇട്ടാൽ ബെറ്ററാണ്. എന്നിട്ട് അത് നല്ലോണം ഇട്ട് വഴറ്റാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ പണി ഞാനിവിടെ റെഡിയാക്കി, മസാല റെഡിയാക്കി ചിക്കനൊക്കെ അതിനകത്ത് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കൈ വിടാതെ തന്നെ തേങ്ങ അവിടെ നിന്ന് വറക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ ഒരു ടൈമിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നല്ലോണം ഈ ഒരു സാധനങ്ങൾ ഇടുമ്പോൾ തന്നെ തേങ്ങ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളിത് കറുത്തിട്ടുള്ള ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടി. ഇത് നമുക്ക് വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി, ചൂര മീൻ കറി ഒക്കെ ഈ അരവ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഹോൾ കുരുമുളക് ചേർക്കുന്നുണ്ട്. പൊടി പൊടിയേക്കാൾ നല്ല ചോയ്സ് കുരുമുളക് മുഴുവൻ ഇടുന്നതാണ് കേട്ടോ. പിന്നെ പെരിഞ്ചീരകം കൂടി ഞാനകത്ത് ചേർക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മസാലയിൽ ചിക്കനൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ട. അപ്പോൾ ഈ പെരിഞ്ചീരകവും കുരുമുളക് കിട്ടുമ്പം തന്നെ വേറൊരു സ്മെല്ലായി. ആ മണം നമുക്ക് എന്താ പറയുക, മൂക്കിനെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് ഈ തേങ്ങ വറുക്കുമ്പം. അറിയാമല്ലോ, എല്ലാ കുക്കിംഗ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും അറിയാൻ പറ്റുമല്ലോ എന്താ അതിൻ്റെ ഒരു മണം അല്ലേ. അപ്പോൾ കഴിഞ്ഞില്ല, ഇതിനകത്ത് ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടിയിട്ട് നമുക്ക് വറുക്കാനുണ്ട് കേട്ടോ. അത് നമ്മുടെ കറിവേപ്പിലയും വറ്റൽ മുളകുമാണ്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളറിലല്ല, നമുക്ക് ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് വരും. എന്നാലിട്ട് അടിക്ക് പിടിക്കാനോ കരിയാനൊന്നും പാടില്ല കേട്ടോ. അതാണ് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് നമുക്ക് തണിഞ്ഞതിന് ശേഷം പാത്രത്തിൽ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചിക്കനിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും കൂടി അതിനകത്ത് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതെന്ത് ചെയ്യണം, വേവിക്കാൻ വേണ്ടി വെക്കണം. ഈ സമയത്ത് വേണേൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർക്കട്ടോ. ഞാനിവിടെ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ വറുത്ത സാധനങ്ങൾ അവിടെ റെഡി ആയിട്ട് തണുക്കാൻ വേണ്ടി പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കണം പേസ്റ്റ് പരുവത്തിൽ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പണി ഇവിടെ നോക്കാം കേട്ടോ. സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് മുറിച്ചിട്ടൊക്കെ ഞാനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം മിക്സ് ആക്കി ഇനി ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കാം. പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു 3 കിലോയോളം ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്. പിന്നെ അടുപ്പിൽ വെച്ച് വേവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ഗ്യാസിൽ വെച്ച് ചെയ്യാം. അതൊന്നും ഇപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരുവിധം ഗ്യാസിൽ നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിക്കനൊക്കെ വേവ് കുറവ് മതിയല്ലോ. അപ്പോൾ അപ്പോഴത്തേക്ക് നല്ലോണം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയ ഈസി പരിപാടിയാണ് കേട്ടോ. അടുത്ത് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ അരച്ച വെള്ളം, ഇപ്പോൾ മിക്സി കഴുകി ഒഴിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂടി ഒഴിച്ചിട്ടല്ല ഈ വറുത്തരച്ച തേങ്ങ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ നേരെ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ ആ നെയ്യും ഒക്കെ നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെയൊക്കെ വരുന്നത് കാണാം കേട്ടോ. ഈ സമയത്ത് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളക്കാൻ അനുവദിക്കുക, തേങ്ങ ഒന്ന് തിളക്കണമല്ലോ. ശേഷം നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ കറി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഇതുപോലെ ഇരിക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി. പിന്നെ വേണമെങ്കിൽ മല്ലിയിലും കൂടി ഇട്ട് കേട്ടോ. ശേഷം നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.